अगले क्लास के लिए सब बच्चों को खैर मुक़द्दम। हम पिछले क्लास में क्या पढ़ा है? खत के बारे में पढ़ा। डाकिया खत लाता है, डाकघर में खत मिलता है। इसी तरह खत के बारे में जुमले भी पढ़ा। आज हमको पहले एक कहानी से शुरू करें। നമുക്കിന്ന് ഒരു കഥയോടുകൂടി തുടങ്ങാം. എല്ലാവർക്കും കഹാനി പസന്താണ്, ഇഷ്ടമല്ലേ? നമുക്കൊരു കഥയോടുകൂടി, ഒരു ചരിത്ര സംഭവത്തോടുകൂടി തുടങ്ങാം. आपके घर में दादी माँ है ना और दादा है ना? നിങ്ങളുടെ വീട്ടിൽ ദാദിയും ദാദയും ഒക്കെ ഇല്ലേ? ഉണ്ടല്ലേ? അവർ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിക്കാറുണ്ടോ? അവർ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? ഉണ്ടോ? വെള്ളം ചോദിച്ചാൽ എത്തിച്ചു കൊടുക്കാറുണ്ടോ? വേറെ എന്തെങ്കിലും പറഞ്ഞ് ചെയ്തു കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, എന്നാൽ ഒരു ചെറിയ ഒരു കഥ ഞാനൊന്ന് പറഞ്ഞു തരാം. ബനു ഇസ്രായേലിലുള്ള 3 പേര് ഒരു ദിവസം ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി നടക്കുകയായിരുന്നു. നിങ്ങൾ കേട്ട കഥ തന്നെ. പെട്ടെന്ന് നല്ല ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഇവർ ഒരു ഗുഹയിൽ കയറി അഭയം പ്രാപിച്ചു. അപ്പോഴാണ് വലിയൊരു പാറക്കല്ല് വന്നിട്ട് ഈ ഗുഹയെ മൂടിക്കളഞ്ഞു. നിങ്ങൾ കേട്ട സംഭവം തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്യുമെന്നറിയാതെ വലിയ പാറക്കല്ലാണ്, തള്ളിയിട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ അവർ ചെയ്ത നന്മകൾ ഓരോരുത്തർ 3 പേരും പറയാൻ തുടങ്ങി. ഒന്നാമത്തെ ആൾ പറഞ്ഞു, രണ്ടാമത്തെ ആൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞത് ഇതായിരുന്നു: പഠിച്ചവനെ, എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും എൻ്റെ വയസ്സായ ഉമ്മയുമുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ഉമ്മനെയാണ്. അങ്ങനെ തുടങ്ങി മൂപ്പർ അദ്ദേഹത്തിൻ്റെ നന്മ പറയാൻ തുടങ്ങി. അദ്ദേഹം ജീവിക്കുന്നത് ആടിനെ മേയിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ആടിൻ്റെ പാലൊക്കെ ആദ്യം കൊടുക്കുക ഉമ്മക്ക്. എന്ത് സാധനം കിട്ടിയാലും ആദ്യം കൊടുക്കുക ഉമ്മക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് കുറച്ച് നേരം വൈകിപ്പോയി. നേരം വൈകിയപ്പോഴത്തേക്ക് ആടിൻ്റെ പാല് കൊടുക്കാൻ വേണ്ടി ഉമ്മൻ്റെ അടുത്തേക്ക് പോയി. ഉമ്മക്ക് കൊടുത്തതിന് ശേഷം മക്കൾക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ ഉമ്മൻ്റെ അടുത്തേക്ക് പോയപ്പോൾ രാത്രി നേരം വൈകിയിട്ടുണ്ട്, ഉമ്മ ഉറങ്ങിപ്പോയി. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഉമ്മാൻ്റെ അടുക്കൽ ഇരുന്നു. ഇതും കൊണ്ടിട്ട് ഉമ്മ എപ്പോഴാണോ ഉണരുന്നത് അപ്പം കൊടുക്കാൻ വേണ്ടി ഉമ്മനെ തട്ടി വിളിച്ച് ഉണർത്തിയതൊന്നുമില്ല. മക്കൾ അവിടെ നിന്ന് ഈ ഉമ്മക്ക് കൊടുത്തതിന് ശേഷം മക്കൾക്ക് കൊടുക്കും. മക്കൾ വിശന്നിട്ട് കരയാണ്. പക്ഷേ ഇദ്ദേഹം ഉമ്മയെ കാത്തിരുന്നു. രാവിലെ ആയപ്പോഴാണ് ഉമ്മ എഴുന്നേറ്റത്. അങ്ങനെ ഉമ്മക്ക് ഈ പാല് കൊടുത്തു, ഉമ്മ കുടിച്ചു. ഈ ഒരു നന്മയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കല്ലുമാറി അവർ വീട്ടിലേക്ക് എത്തിയ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? ഈ ഉമ്മയെ സ്നേഹിച്ച, ഈ കഥയിലുള്ള ഉള്ളടക്കം എന്താണ്? ഉമ്മയെ സ്നേഹിച്ച ഫലം അല്ലേ? അപ്പോൾ ഉമ്മാനെ വളരെ നല്ലതുപോലെ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവർ വലിയ ആൾക്കാരെ നിങ്ങൾ ബഹുമാനിക്കണം. അവർ പറയുന്നതൊക്കെ കേൾക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിനു മുമ്പേ നമുക്ക് ഒരു ചെറിയ ഒരു കഥയും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേട്ടു നോക്കിയാലോ? റെഡിയല്ലേ? घर में रहा करती थी। वह रोज सुबह स्कूल जाया करती थी। फिर एक दिन उसकी माँ की तबीयत खराब हो गई। उसके घर में उसकी माँ के अलावा और कोई भी नहीं था, इसलिए उसे ही अपनी माँ का ख्याल रखना पड़ता था। इस वजह से वह पिछले 2 हफ्तों से हर रोज स्कूल लेट पहुंचा करती थी। लेट पहुंचने की वजह से उसे टीचर की खूब डांट पड़ती थी और रोज पनिशमेंट भी मिलती थी, पर वह टीचर को कुछ नहीं कहती थी और रोज रोज टीचर की डांट सुनकर चुपचाप किसी को कुछ बोले बिना घर आ जाती थी और फिर घर आकर अपनी माँ की सेवा में लग जाती थी। फिर तीसरे हफ्ते प्रियंका स्कूल आई ही नहीं, तो सबने सोचा कि उसे रोज डांट पड़ती थी, रोज पनिशमेंट मिलती थी, इसलिए शायद उसने टीचर की डांट और डर की वजह से स्कूल आना ही छोड़ दिया है। लेकिन चौथे हफ्ते प्रियंका फिर से अपनी क्लास में दिखाई दी। आज प्रियंका सबसे पहले पहुंची थी क्लास में। क्लास में पहुंचते ही पहले तो प्रियंका को डांट पड़ी क्योंकि वो 1 हफ्ते से स्कूल नहीं आई थी और कहा, देखा, डांट और पनिशमेंट का असर देखो,
आज तो जल्दी आई हो तुम। तब प्रियंका की आंखों में आंसू आ गए और वह टीचर से बोली कि टीचर, मैं कुछ कहना चाहती हूं। तो टीचर ने कहा, बिल्कुल बोलो। प्रियंका ने बात करना शुरू किया कि मुझे मेरी माँ ने ही पाल पोस के बड़ा किया है। मेरा कोई भाई या बहन नहीं है और 4 हफ्ते पहले मेरी माँ बहुत बीमार हो गई थी। इसलिए मुझे रोज सुबह जल्दी उठकर अपनी माँ के लिए खाना बनाकर हॉस्पिटल जाना पड़ता था। इसलिए मैं स्कूल आने में लेट हो जाती थी। मैंने बहुत कोशिश की लेकिन अपनी माँ को बचा नहीं सकी। पिछले हफ्ते मेरी माँ चल बसी, इसलिए मैं स्कूल आ ना सकी। आज मैं जल्दी इसलिए आई हूँ क्योंकि ना ही खाना बनाना था और ना ही माँ को देखने हॉस्पिटल जाना था, और अब से हर दिन जल्दी आ जाया करूंगी। यह कहकर प्रियंका चुप हो गई और यह सब सुनकर क्लास में सबकी आंखों में आंसू आ गए और टीचर भी अंदर ही अंदर अपने आप को कोसे जा रही थी। अर्थात कब कब ऐसा होता है। बच्चों, वीडियो देखा है ना? अच्छा, ये किसका कहानी है? एक लड़की की कहानी। लड़की सभी दिन में स्कूल में देर हो रही थी, നേരം വൈകി പോവാം അല്ലേ? നേരം വൈകി പോകുന്നുണ്ട്. കാരണം എന്താണ്? अम्मी को बीमार है, उम्मा का സുഖമാണ്. इसी वजह से घर में खाना तैयार करते हैं. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? ഉമ്മക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ നേരം വൈകി പോയതാണ് അല്ലേ? എന്നിട്ട് ടീച്ചർ ചീത്ത പറയുന്ന ഒരു കഥയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. 1-2 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. आपके घर में दादी माँ है ना? हाँ, ठीक है. देखिए बच्चों, हमारी दरसी किताब के तस्वीर में कौन कौन है? हाँ, एक लड़का है और दादी माँ है. दादी माँ कहाँ बैठा है? कहाँ बैठा है? हाँ, बरामद में, घर के बरामद, വീടിന്റെ വരാന്തയിലാണ് ഇരിക്കുന്നത് അല്ലേ? ये बेटा क्या करता है? हाँ, दादी माँ को पानी देता है, വെള്ളം കൊടുക്കുകയാണ് അല്ലേ? दादी माँ को पानी देता है. आप दादी माँ को पानी देता है ना? നിങ്ങൾ दादी माँ ने വെള്ളം കൊടുക്കാറുണ്ടോ? ഉണ്ടോ? अच्छा अच्छा बच्चों, देखिए നമുക്കിനി ആ പാഠഭാഗം വായിച്ചു നോക്കിയാലോ. നമ്മൾ ഈ മുകളിൽ 2 കഥകൾ, ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടു. ഇതേപോലത്തെ കഥകളാണോ നോക്കാം അല്ലേ? इंतजार में, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ദർസി കിതാബ് में देखिए इंतजार में. ഞാനൊന്ന് വായിച്ചു തരാം, നിങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. കൈയിൻ്റെ വിരൽ ടെക്സ്റ്റ് ബുക്കിൽ വെക്കാൻ മറക്കരുതേ. कई साल पहले की बात है कि अरब के किसी गांव में एक बुढ़िया रहती थी. कई साल, क्या है साल? महीना क्या? मासम. हफ्ता क्या? आഴ്ച. दिन क्या? दिवसम. അപ്പോൾ साल क्या? വർഷം. कई साल, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. अरब के किसी गांव में एक बुढ़िया रहती थी. अरब, अरेबिया के किसी गांव में एक बुढ़िया रहती थी. अरेबियയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ബുഡിയ रहती थी. ബുഡിയ, ഒരു വയസ്സായ ഉമ്മ താമസിച്ചിരുന്നു. उसका एक बेटा था. वो अपनी माँ का बहुत अदब करता था. उसका एक बेटा था. ആ ഉമ്മാക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു. वो अपनी माँ का बहुत अदब करता था. वो अपनी माँ का बहुत अदब आदाब, മര്യാദ, അദബ് കർത്ത, അനുസരിക്കുമായിരുന്നു. നല്ലതുപോലെ അനുസരിക്കുന്ന നല്ല കുട്ടികളായിരുന്നു. നിങ്ങളെപ്പോലത്തെ ഒരു കുട്ടിയായിരുന്നു. एक दिन उसकी माँ बीमार हो गई. बुखार की वजह से वो परेशान थी. एक दिन आपको मालूम है, एक दिन उसकी माँ बीमार हो गई. असुगमाई. बीमार हो गई, असुगमाई. बुखार की वजह से वो परेशान थी. बुखार,
ബുഖാർ ക്യാ ബുഖാർ? നമ്മുടെ ഉമ്മ പനിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കൂ അല്ലേ? ബുഖാർ കി വജഹ സെ വോ പരേശാൻ തി. പനിയുടെ കാരണത്താൽ വളരെ അസ്വസ്ഥമായിരുന്നു ആ ഉമ്മ. ജബ് ആദി രാത് ഗുസരി തോ वो नींद से जाग उठी, उसको बहुत प्यास लगी थी. जब आधी रात गुजरी तो അങ്ങനെ അർദ്ധരാത്രി ആയപ്പോ അർദ്ധരാത്രി ആയപ്പോ वो नींद से जाग उठी. ഉറക്കിൽ നിന്ന് അദ്ദേഹം ആ ഉമ്മ എഴുന്നേറ്റു, ഞെട്ടി ഉണർന്നു. എപ്പോ? അർദ്ധരാത്രി. നിങ്ങളെ ആ സമയത്ത് വിളിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും കൂടെ ഒന്ന് ചുരുട്ടിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉസ്കോ ബഹുത്ത് പ്യാസ് ലഗി തി. ആ ഉമ്മാക്ക് ബഹുത്ത് പ്യാസ് ലഗി തി. പ്യാസ് ക്യാ? പ്യാസ് ദാഹം, നല്ല ദാഹം വന്നു ആ സമയത്ത്. എപ്പോ? ആധി രാത്, അർദ്ധരാത്രി. പ്യാസ് ലഗി തി. देखिए बाकी वो अपने बेटे को पास बुलाकर कहने लगी. ആ ഉമ്മ എന്ത് ചെയ്തു? തൻ്റെ മോനെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി. നമ്മളെങ്ങാനും ആ സമയത്ത് വിളിച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? वो अपने बेटे को पास बुलाकर कहने लगी. തൻ്റെ മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ബേട്ടേ മുझे बहुत प्यास लगी है, थोड़ा पानी पिला दो. मुझे बहुत प्यास लगी है. പ്യാസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്യാസ് ലഗി ഹെ, ദാഹമുണ്ട്. തോട പാനി പിലാതോ, കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം കൊണ്ട് തരുമോ? ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മോൻ റെഡിയാണ്. നമ്മളോ? നോക്കണം ബാക്കി. बेटे मुझे बहुत प्यास लगी है, थोड़ा पानी पिला दो. देखिए, ये सुनते ही बेटा जल्दी से पानी लाने के लिए रसोई खाने की तरफ दौड़ा. ഇത് കേട്ട ഉടനെ തന്നെ ജൽദി സെ റസോയി ഖാനെ കി തറഫ് ദൗഡ. ഈ ബേട്ട, ഈ കുട്ടി എന്ത് ചെയ്തു? റസോയി ഖാനെ കി തറഫ്. പാനി എവിടെ ഉണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ? റസോയി ഖാനയിൽ അല്ലേ? എവിടെ ഉണ്ടാവുക? അടുക്കളയിൽ ഉണ്ടാവും. അപ്പൊ അടുക്കളയിൽ വെള്ളമെടുക്കാൻ വേണ്ടി ദൗഡ, മോന് അങ്ങോട്ട് ഓടി. ലേക്കിൻ ഗഡേ മേ പാനി നഹീ താ. നോക്കിയപ്പം ഗഡയിൽ പാനിയില്ല, പാത്രത്തിൽ എന്തില്ല? വെള്ളമുണ്ടായിരുന്നില്ല. वो गढ़ा लेकर कुनवे की तरफ भागा. അവൻ എന്ത് ചെയ്തു? ഈ പാത്രവും എടുത്തിട്ട് കൻവേ കി തറഫ് ഭാഗ. എങ്ങോട്ടോടി? കിണറിൻ്റെ അടുത്തേക്ക് ഓടി, വെള്ളമെടുക്കാൻ വേണ്ടി. എപ്പോ? ആദി രാത്, അർദ്ധരാത്രി. ജബ്, അങ്ങനെ വെള്ളമൊക്കെ എടുത്തു വന്നു. ജബ് പാനി ലേക്കർ ആയാ തോ ഉസ്കി മാം സോ ചുക്കി थी. ए खुदा मैं क्या करूं, उस हाल में अम्मी को जगाना ठीक नहीं, वो सोचने लगा. जब पानी लेकर आया तो, അങ്ങനെ മോന് വെള്ളവും കൊണ്ട് വന്നപ്പോഴത്തേക്ക് മാം സോച്ചുക്കെത്തി. ഉമ്മ എന്തായിട്ടുണ്ട്? ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഏ ഖുദാ മേ ക്യാ കരോ, പഠിച്ചവനെ ഇനി ഞാൻ എന്ത് ചെയ്യും? ഏ ഖുദാ ഞാൻ ഇനി എന്ത് ചെയ്യും? ഉസ് ഹാൽ മേ അമ്മി കോ ജഗാന ടിക് നഹീ. ഈ അവസ്ഥയിൽ ഉമ്മക്ക് അസുഖമാണ് അല്ലേ? ഈ അവസ്ഥയിൽ ഉമ്മാനെ തട്ടി വിളിച്ച് ഉണർത്തിയിട്ട് വെള്ളം കൊടുക്കുന്നത് ശരിയല്ല എന്ന് അവൻ മനസ്സിലാക്കി. ഓ സോച്ചിനല്ലത് അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ടോ ബാക്കി എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ദിവസത്തിൽ ചർച്ച ചെയ്യാം. നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇന്നത്തെ വർക്ക് ഇതാണ്. നമ്മുടെ പാഠഭാഗത്തിൽ നിന്ന് ഒരു 5 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. ആ 5 ചോദ്യത്തിന് ഉത്തരം എഴുതി തരിക. ഉത്തരത്തിൻ്റെ 70% ചോദ്യത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക.
अरब के गांव में कौन रहती थी? अरब के गांव में कौन रहती थी? ഒന്നാമത്തെ ചോദ്യം. बुढ़िया രണ്ടാമത്തെ ചോദ്യം. बुढ़िया कहाँ रहती थी? बुढ़िया कहाँ रहती थी? രണ്ട് ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? अच्छा, माम को क्या हो गई? മൂന്നാമത്തെ ചോദ്യം. माम को क्या हो गई? अच्छा, മൂന്ന് ചോദ്യം എഴുതിയല്ലോ അല്ലേ? अच्छा, देखिए, वो मां कब नींद से जाग उड़ी? मां कब नींद से जाग उड़ी? कब नींद से जाग उड़ी? अवसान ചോദ്യം. पानी लाने के लिए बेटा कहाँ दौड़ा? पानी लाने के लिए बेटा कहाँ दौड़ा? എവിടേക്കാണ് ഓടിയത്? ഈ 5 ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ठीक है, शुक्रिया.